വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തു ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാനത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ 20 മൂവരും 20 ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക. അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടു പോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സമാധാനമുണ്ടാക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. സമാധാന പ്രഭുവാണ് യേശു ക്രിസ്തു. നല്ല ഇടയനാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ആളുകൾ യേശുവിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നാം ഇന്ന് വായിച്ചത്. യേശു പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ വന്നത് തീയിടുവാനാണ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം യേശു ഈ ഭൂമിയിൽ വന്ന് തീയിടും, യുദ്ധമുണ്ടാക്കും, വാൾ കൊണ്ട് ആളുകളുമായി യുദ്ധം ചെയ്യും, അസമാധാനമുണ്ടാക്കും. ഇതൊക്കെ യേശു ചെയ്യും എന്ന അർത്ഥത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അല്പം കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ യേശു എന്താണ് പറയുന്നത്? നമുക്ക് തീയെക്കുറിച്ച് അറിയാം. തീ ഒരിക്കലും ന്യൂട്രലായിരിക്കുന്ന ഒന്നല്ല. തീ കത്തിയാൽ അത് ചാരമാക്കി കളയും. ഏത് വസ്തുവിനെ അത് കത്തിക്കുന്നത് ചാരമായി തീരും. തീക്ക് ആരോടും ഒന്നിനോടും ഒരു ദാക്ഷിണ്യവുമില്ല. യേശു ഇവിടെ പറയുന്നത് അതുതന്നെയാണ്. താൻ ഈ ഭൂമിയിൽ വന്ന് തൻ്റെ സന്ദേശം ആളുകളെ അറിയിച്ചു. താൻ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. തൻ്റെ പഠിപ്പിക്കലുകളും തൻ്റെ പ്രവർത്തികളും ആളുകൾ കണ്ടു. യേശുവിനെ കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു തീരുമാനമെടുക്കാതെ ഇരിക്കുവാൻ സാധിക്കില്ല. ഒന്നുകിൽ യേശുവിനെ വിശ്വസിക്കുക, യേശു പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ തള്ളിക്കളയുക. അല്ലാതെ യേശുവിനോട് ഒരു മൃദു സമീപനം, ഇക്കാലത്ത് ചിലർ പറയുന്ന പോലെ സമദൂര സിദ്ധാന്തം, അത് സാധ്യമല്ല. യേശു പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ എടുക്കാം, മറ്റു കാര്യങ്ങൾ തിരസ്കരിക്കാം എന്ന ഒരു നിലപാട് ആർക്കും എടുക്കാൻ സാധിക്കില്ല എന്ന് യേശു പലപ്പോഴായി പറഞ്ഞു. താൻ പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം. യേശുവിൽ വിശ്വസിച്ച് പാപമോചനവും നിത്യജീവനും നേടുവാൻ താൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് അനുസരിക്കാത്തവർ യേശുവിനെതിരാണ്. ഇത് യേശു തൻ്റെ ജീവാരംഭം മുതൽ ആളുകൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള അവകാശം കൊടുത്തതായി നമുക്ക് കാണാം. ഉദാഹരണത്തിന്, യേശു ജനിച്ച സമയത്ത് യേശുവിൻ്റെ അമ്മയായ മറിയ വിവാഹം കഴിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. മറിയയെ വിവാഹം കഴിക്കുവാനിരുന്ന യോസേഫ് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ദൈവദൂതൻ യോസഫിനോട് പറഞ്ഞു,
മറിയെ ചേർത്തുകൊള്ളുവാൻ ഭയപ്പെടേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. മറിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് യോസെഫിൻ്റേതല്ല എന്ന് യോസെഫിന് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ പിന്നെ മറിയ വ്യഭിചാരം ചെയ്തതുകൊണ്ടുണ്ടായ ഒരു കുഞ്ഞാണ് എന്നാണ് യോസെഫ് വിശ്വസിച്ചിരുന്നത്. അപ്പോഴാണ് ദൈവദൂതൻ വന്ന് യോസെഫിനോട് പറഞ്ഞത്, ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. അങ്ങനെയെങ്കിൽ യോസെഫിന് ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം ഇതാണ്: ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. അല്ലെങ്കിലോ വ്യഭിചാരത്തിൽ, പാപത്തിൽ പിറന്ന കുഞ്ഞാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു നിലപാട് യോസെഫിന് എടുക്കാൻ സാധിക്കുകയില്ല. ഇത് തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആളുകൾ വ്യക്തമായ ഒരു നിലപാട് എൻ്റെ പേർക്ക് എടുക്കണം. അത് എനിക്ക് അനുകൂലവുമാകാം പ്രതികൂലവുമാകാം, പക്ഷേ അത് എടുത്തേ തീരൂ. പല ആളുകളും യേശുവിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു തീരുമാനം എടുക്കാൻ മനസ്സ് കാണിക്കാതെ അത് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് സാധ്യമല്ല. യേശുവിനെ ദൈവപുത്രനായി, ദൈവമായി അംഗീകരിക്കാത്തവർ യേശുവിനെ തിരസ്കരിക്കുകയാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ പിതാവിങ്കിൽ നിന്ന് വന്നിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവിനെ കാണിച്ചു തരൂ, അത് മതി എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രതികരണം അതായിരുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ തന്നെ തിരസ്കരിക്കുകയാണ്. യേശുവിൻ്റെ സന്ദേശം കേൾക്കുന്ന ആളുകൾ, അത് വിശ്വസിക്കുന്നവർ, അവർ ഒരു കൂട്ടർ; വിശ്വസിക്കാതെ തന്നെ തിരസ്കരിക്കുന്നവർ മറ്റൊരു കൂട്ടർ. അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകും. ഇത് സുവിശേഷം പ്രസംഗിക്കുന്ന കാലം എല്ലാം ഉണ്ടാകും. സുവിശേഷ സന്ദേശം കേട്ട് ഒരേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരേ തരത്തിലുള്ള ആളുകൾ, അവരിൽ ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല. ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകൾ സുവിശേഷ സന്ദേശം കേൾക്കും, ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കുകയില്ല. ഒരേ തരം ജോലി ചെയ്യുന്ന ആളുകൾ, ഒരേ പ്രായത്തിലുള്ള ആളുകൾ, ഒരേ സമുദായത്തിലുള്ള ആളുകൾ, ഇവരെല്ലാവരും സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കില്ല. ചിലർ വിശ്വസിക്കും, ചിലർ തിരസ്കരിക്കും. ഇനി എവിടെയൊക്കെ ആത്മാർത്ഥമായി ഈ ആളുകൾ യേശുവിനെ പിൻപറ്റിയിട്ടുണ്ടോ, അവിടെയൊക്കെ യേശുവിനെ പിൻപറ്റിയ ആളുകൾ, യേശുവിനെ അനുഗമിക്കുവാൻ ധീരമായി തീരുമാനമെടുത്ത ആളുകൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് ആക്കിയിട്ടുണ്ട്. അവരെ സമൂഹത്തിൽ നിന്നുള്ള പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്തിന്? സ്വന്തം മാതാപിതാക്കൾ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ട ക്രിസ്തു ശിഷ്യന്മാരുണ്ട്. കൂട്ടം വെടിഞ്ഞു കുലവും വെടിഞ്ഞെന്നെ കൂട്ടുകാരും വെറുത്തു എന്ന് തൃശ്ശൂർ കുന്നംകുളത്തുള്ള KV ചേറു എന്ന ഒരു ദേവദാസൻ തൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. തന്നെ സുവിശേഷം വിശ്വസിച്ചു എന്ന കാരണത്താൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ, അവർ യേശുവിന് വേണ്ടി വില കൊടുക്കാൻ മനസ്സുള്ളവരാണ്. അവർ അങ്ങനെ വില കൊടുക്കുമ്പോൾ തീർച്ചയായും ചില ആളുകളോട് ഉള്ള ബന്ധം അവർക്ക് വിച്ഛേദിക്കേണ്ടി വരും. അത് അവരായിട്ട് ചെയ്യുന്നതല്ല. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ വേണ്ട, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ വേണ്ട, മക്കളെ വേണ്ട എന്നവർ പറയുകയല്ല. നേരെ മറിച്ച് ഇവൻ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട്, ഇവൻ സുവിശേഷം വിശ്വസിച്ചതുകൊണ്ട്, ഇവൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് അവൾ ഇനി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമല്ല, അവൻ ഇനി എൻ്റെ മകനല്ല, ഇങ്ങനെയൊരു ബന്ധം ഇനിമേൽ എനിക്കില്ല എന്ന് പറഞ്ഞ അനേക ആളുകളുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം, യേശുവിൻ്റെ സന്ദേശം സമൂഹത്തിൽ, കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്നത്. പല ആളുകളും മനുഷ്യരെ ഭയന്നിട്ടാണ് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകാത്തത്. മനുഷ്യർ തിരസ്കരിക്കും, മനുഷ്യർ അവരെ പരിഹസിക്കും, സമൂഹത്തിൽ, കുടുംബത്തിൽ അവർക്ക് വില കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് മനസ്സുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സമൂഹം തിരസ്കരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നിമിത്തം ഭിന്നതയുണ്ടാകും,
ഞാൻ സമാധാനം വരുത്തുവാൻ വേണ്ടി വന്നു എന്ന് നിരൂപിക്കരുത്. എൻ്റെ മുഖാന്തരം തീ, വാൾ എന്നാണ് മത്തായി സുവിശേഷത്തിൽ ഇതേ ഭാഗത്ത് നാം വായിക്കുന്നത്. ഭിന്നതയുണ്ടാക്കും. അത് യേശുവിൻ്റെ കുഴപ്പമല്ല, മറിച്ച് മനുഷ്യൻ്റെ പാപ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്. അനേക ആളുകൾ ദുർമാർഗികളായി മദ്യത്തിനും മറ്റ് വെറിക്കൂത്തുകൾക്കും അടിമകളായി സമൂഹത്തിനൊരു ഭാരമായി ജീവിച്ച ആളുകൾ, അവർ സുവിശേഷം വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ സുവിശേഷം വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. സുവിശേഷം വിശ്വസിച്ചു എന്ന കാരണത്താൽ സമൂഹത്തിൽ അവർ അപഹാസ്യരായി. മദ്യം കുടിച്ച് യാതൊരു മാനവുമില്ലാതെ തൻ്റെ സ്വത്തും ആരോഗ്യവും നശിപ്പിച്ച് ജീവിച്ചിരുന്ന ആളുകളെ സമൂഹം അംഗീകരിക്കും, അവരെ കുടുംബത്തിൽ സ്വീകരിക്കും. പക്ഷേ സുവിശേഷം വിശ്വസിച്ചാൽ അവർ സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ഉപദ്രവവും പരിഹാസവും വെറുപ്പും നേരിടേണ്ടി വരും. ഇതാണ് യേശുവിടെ പറഞ്ഞത്. ഇനി ചില ആളുകൾ ഈ വേദഭാഗം എടുത്ത് ക്രിസ്തു മാർഗം അക്രമത്തിൻ്റെ മാർഗമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില മതസ്ഥാപകർ തുറന്ന് അക്രമത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നവരാണ്. അവരാണ് യേശുവും അങ്ങനെ ഉള്ള ഒരാളാണ് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. അവർ പറയുന്നത് മറ്റ് മത നേതാക്കന്മാരെ പോലെ യേശുവും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാണ്. അത് അവർ ചെയ്യുന്ന അക്രമത്തെയും ചില മത നേതാക്കന്മാർ, ചില മതപണ്ഡിതന്മാർ അവർ ചെയ്യുന്ന അക്രമത്തെ ന്യായീകരിക്കുവാൻ പറയുന്ന തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. യേശു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് വാളെടുക്കാൻ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് വാൾ നിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നാണ് യേശു പറഞ്ഞത്. പത്രോസ് വാളെടുത്ത് യേശുവിനെ ഡിഫെൻഡ് ചെയ്യുവാൻ, മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞതാണ് ആ കാര്യം. യേശു ഒരിക്കലും അക്രമത്തിനു വേണ്ടി കൂട്ടുനിന്നിട്ടില്ല. തൻ്റെ അനുയായികൾ അക്രമമാർഗം സ്വീകരിക്കണം എന്ന് യേശു പറഞ്ഞിട്ടില്ല. പിന്നെ യേശു പറഞ്ഞത്, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക, നിൻ്റെ പുതപ്പെടുക്കുന്നവന് നിൻ്റെ വസ്ത്രം കൂടി കൊടുക്കുക, ഒരുത്തനോട് കൂടി 1 മൈൽ പോകാൻ പറഞ്ഞാൽ നീ അവനോട് കൂടി 2 മൈൽ പോവുക എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. മറ്റൊരുത്തൻ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റൊരുത്തനോട് പെരുമാറണം എന്നാണ് യേശു പഠിപ്പിച്ചത്. യേശു ഒരിക്കലും അക്രമത്തിൻ്റെ വഴി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗം യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ യേശുവിൽ വിശ്വസിക്കാത്ത ആളുകളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഉപദ്രവത്തെക്കുറിച്ചും പരിഹാസത്തെക്കുറിച്ചും ഭ്രഷ്ടിനെക്കുറിച്ചുമാണ്. അതൊരിക്കലും യേശു അക്രമം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുവാൻ ഉപയോഗിക്കരുത്. തീർച്ചയായും അതല്ല ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പിന്നെ യേശു പുരുഷാരത്തോട് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലും അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ പലസ്തീനയിലുള്ള കാലാവസ്ഥ പ്രവചിക്കാൻ ആ നാട്ടിലുള്ള ആളുകൾക്ക് സാധിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് ഇന്നത്തെ പോലെ അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലും ഇതൊക്കെ വന്നിട്ട് അധികം നാളായില്ല. എങ്കിലും ചില പ്രത്യേക സീസണിൽ കാർമേഘം കണ്ടാൽ മഴ പെയ്യും എന്ന് നമുക്കറിയാം. മൺസൂൺ കാലത്ത് പടിഞ്ഞാറ് മേഘം കണ്ടാൽ ഏതാനും നിമിഷങ്ങൾക്കകം മഴയുണ്ടാകും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തുലാമഴ പെയ്യുന്ന ആ സമയത്ത് കിഴക്ക്, പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് മാനത്ത് മേഘം കണ്ടാൽ അന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം മഴയുണ്ടാകും എന്ന് നമുക്കറിയാം. ഇതുപോലെ ഒരു കാര്യമാണ് യേശു പറയുന്നത്. അവിടെ പടിഞ്ഞാറ് മേഘം പൊങ്ങുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയും, അത് മഴ പെയ്യുകയും ചെയ്യും. അതുപോലെ തെക്ക് നിന്ന്, അതായത് മരുഭൂമിയിൽ നിന്ന് കാറ്റടിച്ചാൽ വലിയ ചൂടുണ്ടാകും എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ സംഭവിക്കുന്നു.
കാലാവസ്ഥയെ നോക്കി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ അതാണ് യേശു പറയുന്നത്, കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾക്ക് സ്വയമായി വിധിക്കാത്തതും എന്ത്? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? കാലാവസ്ഥയെക്കുറിച്ച് പ്രവചിക്കാൻ നിങ്ങൾക്കറിയാം. ഒരു കാര്യം സംഭവിച്ചാൽ അതിനുശേഷം എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ കാലത്തെ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അതിനെ വിവേചിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? യേശു ഇത് പറയുമ്പോൾ ഇസ്രയേൽ മക്കളെ, അതായത് യഹൂദന്മാരെ ഭരിക്കുന്നത് റോമക്കാരാണ്. ആ റോമൻ ഗവൺമെൻറ്റിനെതിരെ പലതരത്തിലുള്ള റിവോൾട്ടും വിപ്ലവ ശ്രമങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും റോമൻ ഗവൺമെൻറ് അതിനെയൊക്കെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കുറേ നാൾ കൂടി പോവുകയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് എല്ലാ യഹൂദനും നന്നായി അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്. പിന്നെ 58-ാം വാക്യത്തിൽ, പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക. ഇവിടെ യേശു ഒരു പ്രതിയോഗിയെക്കുറിച്ച് പറയുന്നു. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ഒരാൾ, അയാളാണ് പ്രതിയോഗി. ആ ആൾ ന്യായാധിപൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ കേസുമായിട്ട് പോവുകയാണ്, വിധി ഉണ്ടാകും. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും എതിരെ ഒരു കേസുണ്ട്. ആ കേസിൽ വിധി വന്നാൽ നിങ്ങൾ കുറ്റക്കാരാണെന്ന് തന്നെയാണ് കോടതി പറയാൻ പോകുന്നത്. ഈ കേസിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ചുരുക്കം. എല്ലാവർക്കും എതിരെയുള്ള ഒരു കേസ്. എന്താണ് ആ കേസ്? ബൈബിൾ പറയുന്നു എല്ലാവർക്കും എതിരെ ഒരു കേസുണ്ട്. ആ കേസ് ദൈവത്തിൻ്റെ കോടതിയിലാണ്. ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യർക്കും എതിരെയുള്ള കേസ് ഇതാണ്. ദൈവമുമ്പാകെ എല്ലാവരും ശിക്ഷായോഗ്യരാണ്. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തവരാണ് എല്ലാ മനുഷ്യരും. അവർക്കെതിരെ ഒരു കേസുണ്ട്. ആ കേസിന് വിധി പറയാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. ഇനി അധിക സമയം കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ കേസ് കോടതിയുടെ മുമ്പാകെ വരും. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാദിച്ച് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ പ്രബലമായ ഒരു കേസുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ച് പ്രതിയോഗിയുമായി ഒരു രമ്യതയുണ്ടാക്കുക. അതുമാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള സമയം വളരെ ചുരുക്കമാണ്. പണ്ട് ഒരാൾ പാരച്യൂട്ടിൽ ചാടാനായിട്ട് പോയി. പാരച്യൂട്ടിൽ ചാടാനായിട്ട് അതിൻ്റെ പരിശീലകൻ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി. വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടി ഏതാനും സെക്കൻഡുകൾക്കകം നിങ്ങളുടെ പാരച്യൂട്ട് തുറക്കും. ഇനി പാരച്യൂട്ട് എന്തെങ്കിലും കാരണവശാൽ തുറന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് തുറക്കുവാൻ അതും ആ പരിശീലകൻ ഇവരെ പഠിപ്പിച്ചു. എന്നിട്ട് അവർ പാരച്യൂട്ടിൽ ചാടാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് അവർ പാരച്യൂട്ടിൽ ചാടാൻ പോകുന്നത്. വിമാനത്തിൽ കയറി വിമാനം പാരച്യൂട്ടിൽ ചാടാൻ പറ്റുന്ന ഉയരത്തിൽ എത്തിയ ശേഷം ഓരോരുത്തരായി വിമാനത്തിൽ നിന്ന് ചാടാൻ പോവുകയാണ്. ആ സമയത്ത് ഒരാൾ ഈ പാരച്യൂട്ടിൽ ചാടുവാനായിട്ട് ഇവരെ പഠിപ്പിച്ച ആ ക്യാപ്റ്റനോട് ചോദിച്ചു, സാർ, എൻ്റെ പാരച്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നില്ലെങ്കിൽ എനിക്ക് എത്ര സമയമുണ്ട് അത് വലിച്ചു തുറക്കാൻ? ആ ക്യാപ്റ്റൻ അയാളുടെ മുഖത്തേക്ക് വളരെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് താൻ പറഞ്ഞു, പാരച്യൂട്ട് തുറന്നില്ലെങ്കിൽ പാരച്യൂട്ട് തുറക്കാനുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്കി ജീവിതം മുഴുവനാണ്.
എന്താണ് അതിൻ്റെ അർത്ഥം? പാരച്യൂട്ട് തുറന്നില്ലെങ്കിൽ, ബാക്കിയുള്ള സമയം കൊണ്ട് നിങ്ങൾ പാരച്യൂട്ട് തുറന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം തീർന്നു. ഇതാണ് യേശു ഈ ആളുകളോട് പറയുന്നത്. നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ട്. ദൈവമുമ്പാകെ നിങ്ങൾ പാപികളാണ്. നിങ്ങൾക്കാവശ്യം പാപമോചനമാണ്. നിങ്ങൾക്കാവശ്യം ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും വിടുതലാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ കേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശിക്ഷാവിധി മാത്രമേ നിങ്ങൾക്കായി ശേഷിച്ചിരിക്കുന്നുള്ളൂ. പക്ഷേ അതിനു മുൻപ് പ്രതിയോഗിയുമായി നിരന്നുകൊള്ളുക. പ്രിയ സുഹൃത്തേ, നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ട്. ദൈവത്തിൻ്റെ കോടതിയിൽ ആ കേസ് വളരെ പ്രബലമായ കേസാണ്. കാരണം ദൈവത്തിന് സാക്ഷികളുടെ ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചതും പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും കണ്ടവനാണ് ദൈവം. ആ ദൈവത്തിന് മൂന്നാമതൊരു സാക്ഷിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയുള്ള കേസ് ദൈവം മുമ്പാകെ നിന്ന് തള്ളിപ്പോവുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിയോഗിയുമായി നിരന്നുകൊള്ളുക. എന്ന് വച്ചാൽ ദൈവവുമായി ഒരു നിരപ്പ് പ്രാപിക്കുക. അതാണ് യേശു ക്രിസ്തു ആ യഹൂദന്മാരോട് പറഞ്ഞത്, ആ പുരുഷാരത്തോട് പറഞ്ഞത്. നിങ്ങൾക്ക് പാപമോചനം നേടുവാനുള്ള അവസരമാണിത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, യേശു പറഞ്ഞു. പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുക. അത് ചെയ്യുവാനുള്ള സമയം ഇപ്പോഴാണ്, നാളെയല്ല. കാരണം നാളെ നിങ്ങൾ ജീവനോടെ ഇരിക്കുമോ? ആർക്കറിയാം? പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ആർക്കറിയാം? ഞാൻ ഈ സംസാരിക്കുന്ന ഈ റെക്കോർഡിംഗ് തീർക്കാൻ എനിക്ക് സാധിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ കേൾക്കുന്ന ഈ പ്രഭാഷണം മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമുക്കറിഞ്ഞുകൂടാ. സമയം വളരെ പരിമിതമാണ്. യേശു ആ പുരുഷാരത്തോട് പറഞ്ഞു, നിങ്ങൾ കോടതിയിലേക്ക്, നിങ്ങൾക്കെതിരെ വിധി പറയുന്ന കോടതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രതിയോഗിയുമായി നിരന്നുകൊള്ളുക. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഇപ്പോൾ തന്നെ കാണുക. ബൈബിളിലെ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഒരു സങ്കീർത്തനമുണ്ട്, 2-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ഒരു രാജാവ് തൻ്റെ രാജകുമാരനെ അടുത്ത കിരീടാവകാശിയായി വാഴിക്കുവാൻ പോവുകയാണ്. ആ സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് 2-ാം സങ്കീർത്തനം. അതിലൊരു വാക്യമുണ്ട്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുക. എന്ന് വച്ചാൽ രാജാവിൻ്റെ മകനാണ് ഇത്രയും നാളും നിങ്ങളുടെ കൂടെ കൂട്ടുകാരനായി, നിങ്ങളുടെ കൂടെ കളിക്കുവാൻ, നിങ്ങളുടെ കളിത്തോഴനായി ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം വരുന്നു, അവൻ രാജാവായി മാറുകയാണ്. ഇന്ന് അവനെ ചുംബിക്കുവാൻ സാധിക്കും. ഇന്ന് അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അവനുമായി സഖ്യത ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നാളെ അവൻ ന്യായാധിപതിയായി വരും. അതാണ് യേശു 12-ാം അധ്യായത്തിൽ ആ പുരുഷാരത്തോട് പറഞ്ഞത്. നിങ്ങളുടെ സമയം വളരെ പരിമിതമാണ്. നിങ്ങളുടെ പ്രതിയോഗിയുമായി ഒരു ഉടമ്പടി ചെയ്യുക. പ്രിയ സുഹൃത്തെ, താങ്കൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും നിത്യജീവനും നേടിയിട്ടുണ്ടോ? അത് മാറ്റിവെക്കാവുന്ന ഒരു തീരുമാനമല്ല, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 09880221957 09880221957. വചനദീപം